നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് അല്പം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. 80 പോയിൻറ്റോളം മുകളിലായിട്ടുണ്ട്. 24,275 നിഫ്റ്റി. എല്ലാവരും ട്രെൻഡ് റിവേഴ്സലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും മാർക്കറ്റ് ഒന്ന് തിരിച്ചു വരണമെന്നുള്ള ആ കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ച പോലെയാണ്. മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ, പ്രത്യേകിച്ച് FIs ബൈ ചെയ്യാൻ തുടങ്ങുന്നു. ഇതെല്ലാം മാർക്കറ്റിനെ പോസിറ്റീവ് ടെൻഡൻസിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പല ഷെയറുകളും നല്ല രീതിയിൽ മുന്നോട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. അതും ബ്ലൂ ചിപ്പ് ഷെയറുകൾ, ലാർജ് ക്യാപ് ഷെയറുകളൊക്കെ തന്നെയാണ് നന്നായി മൂവ് ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങൾ എല്ലാവരും എടുത്തിടുന്നത് FIsൻ്റെ ഒരു തിരിച്ചുവരവാണ്. 38 ദിവസം കണ്ടിന്യൂസ് ആയി സെല്ല് ചെയ്ത ഏകദേശം ഒരു 1.55 ലാക്സ് ക്രോർ അവർ 38 ദിവസത്തെ സെല്ലിങ്ങിലൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റം. ഇന്നൊക്കെ നിസ്സാരമായ ബൈയെ അവർ നടത്തിയിട്ടുള്ളൂ. ബൈ ഏകദേശം ഒരു 8 കോടിക്കടുത്ത് മാത്രം, 7.88 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. എന്നാലും FIs അങ്ങനെ ചെയ്തപ്പോൾ ആ മാർക്കറ്റിലുണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾ ബൈ ചെയ്യാൻ തുടങ്ങുന്നു. അവർ ബൈ ചെയ്യാൻ വരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അതുകൊണ്ട് ഇനി മുകളിലോട്ട് പോകുമെന്ന രീതിയിൽ റീറ്റെയിലേഴ്സും വാങ്ങി തുടങ്ങുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ നിന്ന് നമ്മുടെ അദാനി സ്റ്റോക്കുകൾ തന്നെയാണ്. അദാനി സ്റ്റോക്കുകൾ പലതും ഇന്ന് അപ്പർ സർക്യൂട്ടിലായിരുന്നു. അതിന് കാരണം അദാനിക്കും അളിയനുമെതിരെയുള്ള കേസുകളൊന്നും അല്ല ഇവിടെയുള്ളത്. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ഇവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അദാനി ഒരു പത്രക്കുറിപ്പ് ഇറക്കി. അത് കാനഡയിലെ പെൻഷൻ ഫണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുമായിട്ടുള്ള കരാറാണ്, അവർ നടപ്പാക്കിയതിനുള്ള കുഴപ്പം അവരാണ് കാണിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് അദാനിയുടെ ഒരു പ്രസ് റിലീസ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷെയറുകളും അദാനിയുടേത് കുതിച്ചു കയറി. 20%-അടുത്തും 10% സീലിങ്ങുള്ളതെല്ലാം 10% സീലിങ്ങിലുമൊക്കെ ആയിരുന്നു. മാർക്കറ്റ് അങ്ങനെ മുന്നോട്ട് തന്നെയാണ് എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. IT സെക്ടർ വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്. അതാണ് അടുത്ത ഈ മാർക്കറ്റിൻ്റെ കയറ്റത്തിൽ മുന്നോട്ട് വരിക എന്നാണ് ഇപ്പോഴധികം പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും റേറ്റിംഗ് ഏജൻസികളും ഒക്കെ അങ്ങനെ അതിൻ്റെ റേറ്റിംഗ് കൂട്ടി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ അവിടെ കമ്പനി ടാക്സുകൾ കുറയ്ക്കും. അത് ഏകദേശം 21 നിൽക്കുന്നത് 15-ലാക്കുമെന്നാണ് പറയുന്നത്, 15%. അപ്പോൾ അതിനനുസരിച്ച് അവിടെ കമ്പനികൾക്കുണ്ടാകുന്ന പ്രോഫിറ്റ് അവർ ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അത് കാരണമാകും ഈ പുതിയ കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളുടെ IT മേഖലയിലുള്ള കമ്പനികൾക്ക് ബാധകമാണ്. അതുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും എന്നതൊക്കെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ IT മേഖല തീർച്ചയായിട്ടും നല്ലൊരു ഇതായി മുന്നോട്ട് വരികയാണ്. മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റി മേഖലയാണ്. ഇന്ത്യയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് അടുത്ത കാലഘട്ടത്തിൽ വമ്പൻ കുതിപ്പ് ഉണ്ടാകുമെന്നാണ് പലരും കരുതുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ പല ഷെയറുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. അതിനെ കവച്ചു വയ്ക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും അടുത്ത സാമ്പത്തിക വർഷം കാഴ്ചവെക്കുക എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇന്ത്യയിലെ യാത്രകളെല്ലാം കൂടുന്നു, ടൂറിസം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇത്തരം ഹോട്ടലുകളെയൊക്കെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അവയുടെ വിലയെ ആ രീതിയിൽ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹോസ്പിറ്റാലിറ്റി മേഖല ഈ ഇടിവിന് ശേഷം ഉള്ള മാർക്കറ്റിൽ പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത്.
അതും നമ്മൾക്കൊന്ന് നോട്ട് ചെയ്യാവുന്ന മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. ലൈം ട്രീ ഹോട്ടൽസ്, ഓറിയൻ ഹോട്ടൽസൊക്കെ ആ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അത്തരം ഷെയറുകളിലായിരിക്കും പെർഫോം ചെയ്യുക എന്ന് പറയുന്നു. അത് നമ്മൾക്ക് മനസ്സിൽ വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മേഖലയാണ് നമ്മളുടെ ഫാർമ മേഖലയും ഫാർമയും കെമിക്കൽസും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് പറയുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കെമിക്കൽസിൻ്റെ എല്ലാം വിലയിൽ വരുന്ന വ്യതിയാനങ്ങൾ ഗുണകരമാകുമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് ഷെയറുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഷെയറുകൾ തന്നെയാണ്. JB കെമിക്കൽസ് ആയാലും ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഇതൊക്കെ നല്ല രീതിയിൽ ഉയർച്ച കാണിച്ചു കഴിഞ്ഞ ഷെയറുകൾ തന്നെയാണ്. പക്ഷേ അവയ്ക്കൊക്കെ ഇനിയും സാധ്യതകളുണ്ട്. അതിൻ്റെ ആ സെക്ടർ പെർഫോം ചെയ്യുന്നത് മികച്ച രീതിയിലാകും. അതുകൊണ്ട് അവയൊക്കെ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതുവരെയുള്ള രീതി അനുസരിച്ച് മാർക്കറ്റിലെ ലാർജ് ക്യാപ് ഷെയറുകൾ, ബ്ലൂ ചിപ്പ് ഷെയറുകൾ തന്നെയായിരിക്കും മുന്നിൽ നിന്ന് നയിക്കുക. ആ ഇടിവിൻ്റെ ഫലമായി അവയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് നികത്തുകയും ചെയ്യും. ഇൻഡെക്സ് ഷെയറുകൾ കയറാതെ മാർക്കറ്റ് ഇൻഡെക്സിന് മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ കാണിച്ചാൽ മാത്രമേ നിഫ്റ്റി ആയാലും അതൊരു 25,000, 25,500 എത്തണമെങ്കിൽ ഇനിയും കടമ്പകൾ ഒരുപാടുണ്ട്. നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ തന്നെ അതിന് മുന്നോട്ട് വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ കാണുക, നല്ല ഷെയറുകളെ മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു റിവേഴ്സൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് വലിയ വേഗത്തിൽ പോകും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഒരു ഇടിവിന് ശേഷമുള്ള മുന്നേറ്റമാണ്. അതൊന്ന് തിരുത്തി എല്ലാം ഒന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെയാണ് പിന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ. പതുക്കെ ആലോചിച്ച് തീരുമാനമെടുത്ത് അത് പരാജയപ്പെട്ടത് എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു നോട്ടത്തോടു കൂടിയായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ ചില ഷെയറുകൾ മാർക്കറ്റിൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ വരികയും അവ വളരെ നന്നായി മുന്നേറുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ IT സെക്ടറുകളെയൊക്കെ വിലയിരുത്തേണ്ടത്. IT സെക്ടറുകളായാലും ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറായാലും ഇപ്പോൾ യുദ്ധം ഏകദേശം ഹമാസുമായിട്ടുള്ളത് ഇസ്രായേൽ നിർത്തുന്നു, അതോടനെ തന്നെ ഇതിൻ്റെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സ്വാധീനിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയെ നന്നായി ബാധിക്കും. മറ്റൊന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ മോർഗൻ സ്റ്റാൻലിയൊക്കെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ബൈയിങ് പറഞ്ഞിരിക്കുന്ന റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്ന ഷെയറുകളാണ് BPCL, HPCL ഒക്കെ. BPCL ഒക്കെ നമുക്ക് വാങ്ങിയിടാമെന്ന ഒരു അവസരമാണിപ്പോൾ. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിവിഡൻഡ് നൽകുന്ന രീതിയിൽ ഇത്തവണ വന്നിട്ടുള്ള മാറ്റങ്ങളനുസരിച്ചും കൂടുതൽ ഡിവിഡൻഡുകൾ അവർക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. കൂടുതൽ റേറ്റിൽ ഡിവിഡൻഡ് കൊടുത്തുകൊള്ളണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ രീതി. അപ്പോൾ ഗവൺമെൻറ്റിന് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടും, സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് റീറ്റെയിലായിട്ട് നമ്മൾ വാങ്ങുന്നവർക്ക് ആ ഗുണമുണ്ടാകും. BPCL ഒക്കെ നല്ല ഡിവിഡൻഡ് നൽകും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ റിഫൈനിങ് മാർജിൻ ഉയരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായതിനേക്കാൾ വലിയ മാറ്റം വരും. റിഫൈനിങ് മാർജിനൊക്കെ ഉയർന്നു കിട്ടും. അതുകൊണ്ട് ഇവരുടെ ലാഭക്ഷമത വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ രീതിയിലുള്ള പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അതിനെ സ്വാധീനിക്കും. യുദ്ധമൊക്കെ അവസാനിച്ച് നോർമലായി കഴിയുമ്പോൾ ഈ റിഫൈനിങ് മാർജിനൊക്കെ ഉയർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാരലിൽ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന മാർജിനാണ് അവരുടെ ലാഭം. അങ്ങനെയുള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ അത് ശക്തമായി പ്രതിഫലിക്കും. ആ രീതിയിൽ അതിനെ നോക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് കെമിക്കൽ ആൻഡ് ഫാർമ സെക്ടറാണ്. ഫാർമ സെക്ടറിലെ നല്ല ഷെയറുകൾ നോക്കി വയ്ക്കുക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പല ഷെയറുകളുണ്ട്, അതൊക്കെ നോക്കി വയ്ക്കാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങളുടെ നിക്ഷേപത്തെ ഒന്ന് മേക്കപ്പ് ചെയ്യുക.
അതിന് നല്ല രീതിയിലുള്ളതിലേക്ക് മാറ്റാനും ഒക്കെ നമ്മൾ തയ്യാറാവണം, നിരീക്ഷിക്കുക ശരിക്കും നമ്മളുടെ എവിടെയാണ് പെർഫോമൻസിന് കുഴപ്പം വന്നത് ഈ താഴ്ചയിൽ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ ഷെയറുകളൊക്കെ പറഞ്ഞ IT മേഖലയിൽ ഇത് TCS ഒക്കെ എത്രയോ ഇതായി കിടന്നാണ് 4000 3900 3700 ഈ ലെവലിൽ നിന്ന് അത് പതുക്കെ കയറി വന്നിട്ടുള്ളൂ. അതിനൊക്കെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. IT മേഖല ബൂം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന ഷെയറുകളിലൊന്നായിരിക്കും TCS. നല്ല കമ്പനിയാണ്, എല്ലാ രീതിയിലും അത് പെർഫോം ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം TCS എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാതിരിക്കേണ്ട ഒരു ഷെയറാണ്. അത് നിങ്ങളുടെ ക്യാഷ് ഒരുപാട് നൽകി വാങ്ങാനില്ലാത്ത സമയത്ത് പോലും 1-2 വീതം വാങ്ങി സൂക്ഷിക്കേണ്ട ഷെയറുകളാണ്. അതൊക്കെ നല്ല ഡിവിഡൻഡ് നൽകുന്നു, നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ ആ തരം രീതിയിലുള്ള ഒരു ഷെയറുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെക് മഹീന്ദ്ര, അതിൽ നിന്ന് ഈ IT മേഖലയിൽ ശ്രദ്ധിക്കാവുന്ന ഷെയറുകളാണ് ഇതൊക്കെ. അപ്പോൾ ലൈം ലൈറ്റിലേക്ക് വരുന്ന മേഖലകളെ നിങ്ങൾ കാണുക. ആ മേഖല ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് നന്നായി പെർഫോം ചെയ്യുന്ന ഷെയറുകൾ തിരഞ്ഞെടുക്കുക. സമാധാനത്തോടെ ക്ഷമയോടെ നിക്ഷേപിക്കുക. എന്നാൽ ഈ ഇടിവുകളെയൊക്കെ നമ്മൾക്ക് തരണം ചെയ്യാനാവും. ഈ ഇടിവുകളൊന്നും 10% അല്പം കൂടിയെന്നേ ഉള്ളൂ, 12% താഴെ ഉണ്ടായ ഇടിവേ ഉള്ളൂ. അത് നോർമൽ കറക്ഷനായി തന്നെ കണ്ടാൽ മതി. അതിൽ നിന്ന് മാർക്കറ്റ് കരകയറും. ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന പണ്ടൊക്കെ ഇത് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളും എടുത്തിട്ടാണ് പതുക്കെ മുന്നേറുന്നത്. ഇത് അതിനേക്കാളും ഒക്കെ വേഗത്തിൽ മാർക്കറ്റ് മുന്നേറും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ രീതിയിൽ മാർക്കറ്റിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ 10% ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നികത്താൻ ഈസിയായി സാധിക്കും. വളരെ വേഗത്തിൽ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകും. അപ്പോൾ നല്ല ഷെയറുകളിൽ ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും കാണാം. അടുത്ത് കാണുന്നവരെ നമസ്കാരം. എല്ലാവരും ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടും ഒക്കെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.